നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കാണുന്ന ഒടുവിൽ ഗംഗാധരനും ശിവശങ്കരനും ഒക്കെ വല്ലാത്തൊരു ടെൻഷനാണ്. എന്ത് ചെയ്യാനാ? ഒരു പക്ഷേ ഇനിയിപ്പോൾ സ്റ്റാൻലി കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. ബാലേന്ദ്രൻ്റെ പോക്ക് വെറുതെ അല്ല, ബാലേന്ദ്രൻ അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം അറിയാം. ഒടുവിലെ ശിവശങ്കരൻ ഗംഗാധരനോട് പറഞ്ഞു, ഗംഗേട്ട ഒരു കാര്യം ചെയ്യാം, അയാളെ ഒന്ന് വിളിച്ചു നോക്ക്. ഗംഗാധരൻ പറഞ്ഞു, വിളിക്കാനാ? അയാൾ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനുവേ എന്തൊരു വലിയ പത്രാസോട് കൂടിയാണ് സംസാരിച്ചതെന്നറിയാവോ? എനിക്ക് അയാളുടെ മുന്നിൽ നിൽക്കാൻ പോലും മടിയായിരുന്നു. ഞാനൊരു റിട്ടയർ കേണലാണല്ലോ എന്നുള്ള ഒരു പരിഗണന തരാതെ അയാൾ സംസാരിച്ചേ. അത് പിന്നെ അയാളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇപ്പം ആരാണെങ്കിലും അങ്ങനെയൊക്കെയല്ലേ ഗംഗേട്ട ചെയ്യത്തുള്ളൂ. ശരിയാണ്. എന്നാലും ഇനി ഞാൻ അയാളെ വിളിച്ച് നാണം കിടണോ? അല്ല, ഒന്ന് വിളിച്ചു നോക്ക്. അയാൾ ഇനിയിപ്പോൾ സ്റ്റാലിയെ കണ്ടോ ഇല്ലയോ, ഇനിയിപ്പോൾ കാണാതെ തിരികെ പോന്നോ, നമുക്കൊന്ന് അറിയാലോ. ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ഞാൻ വിളിച്ചാൽ ശരിയാകത്തില്ല, ഗംഗേടനൊന്ന് വിളിക്ക്, എവിടെ എന്താന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ഒടുവിൽ ഗംഗാധരൻ രണ്ടും കൽപ്പിച്ച് ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ബാലേന്ദ്രൻ കോൾ എടുത്തിട്ട് പറ ഗംഗേട്ട, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഒഫീഷ്യലായിട്ട് നിങ്ങൾ തിരക്കുവാണ്. അല്ല ബാലേന്ദ്ര, നീ ഇതെവിടെയാ? ഓ ഞാനോ? ഞാനിത് എവിടെയാണെന്നറിയാൻ വേണ്ടിയിട്ടാണോ ഗംഗേടൻ വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ എനിക്കറിയാം ഗംഗേടൻ നീ വിളിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താന്ന്. ഞാൻ സ്റ്റാലിയെ കണ്ടോ ഇല്ലയെന്ന് അറിയണം. പെങ്ങളുടെ മാനവും ജീവനും രക്ഷിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള വിളിയല്ലേ എന്ന് ചോദിച്ചു. അല്ല ബാലേന്ദ്ര, അതെ ഗംഗേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഇതുവരെയായിട്ട് സ്റ്റാലിയെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കാണാതെ പോകുന്നില്ല, ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇത്രത്തോളം വരെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാതെ പോകാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ പെങ്ങള് എന്നോട് ചെയ്ത കൊടും ക്രൂരത 10-23 വർഷക്കാലം അനുഭവിച്ചവനല്ല ഞാൻ. ഇനിയെങ്കിലും ഞാൻ ഒന്ന് സ്വസ്ഥത സമാധാനം എന്താണെന്ന് അനുഭവിച്ചോട്ടെ. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്ര അത് പിന്നെ കൂടുതലൊന്നും ഗംഗേട്ടൻ പറയണ്ട, ഞാൻ കുറച്ച് തിരക്കില്ല എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ആ സമയം ശിവശങ്കരൻ ചോദിച്ചു, എന്തായി? അയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അയാളങ്ങനെ എന്താണെങ്കിലും നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല, രണ്ടും കൽപ്പിച്ച് അയാൾ നീങ്ങുന്നതെന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വൈജിയോട് പറഞ്ഞിട്ട് അവൾ കേൾക്കത്തില്ല, ബാലേന്ദ്രനും കേൾക്കത്തില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷേ എല്ലാം തകിടം മറിയുമല്ലോ എന്നോർത്തിട്ടൊരു ടെൻഷൻ. എനിക്കല്ല തന്നെ 100 കൂട്ടം ടെൻഷൻ എൻ്റെ ഗംഗേട്ടൻ അറിയാലോ. അവൻ ഇതിലായിട്ടും ജാമ്യം കിട്ടിയിട്ടില്ല, അതിൻ്റെ പിന്നാലെ ഞാൻ ഓടണം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വൈജയന്തി ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ, അത് വേറെ. എല്ലാം കൂടെ ഓർത്തിട്ട് തലയ്ക്ക് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. ഗംഗാധരൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വൈജയന്തി ചോദിച്ചു മേടിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒടുവിൽ എന്താണെന്ന് വെച്ചാൽ ആവട്ടെ എന്നൊരു ചിന്തയായിരുന്നു രണ്ടുപേർക്കും. ഈ സമയത്ത് രാത്രി കടന്നിട്ടാണെങ്കിലോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു രേവതിക്കുട്ടിക്ക്. കാരണം നാളെ അലീനി ചേച്ചി പോകും. അലീനി ചേച്ചി പോയിട്ട് 2-3 ദിവസം നല്ല രസമായിരുന്നു. രാത്രിയിലാണ് ഉറക്കം വരുന്നില്ല. കുറേ സമയം രണ്ടുപേരും ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുമ്പത്തെ ജീവിതത്തെ പറ്റിയൊക്കെ ആയിരുന്നു രേവതിക്കുട്ടിക്ക് പറയാനുണ്ടായിരുന്നത്. എന്ത് രസമായിരുന്നില്ലേ? പക്ഷേ ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു കാലം ഉണ്ടാവുക ചേച്ചി, നമുക്കിങ്ങനെ ഒരുമിച്ച് കഴിയാനൊക്കെ പറ്റുമോ എന്നൊക്കെ രേവതിക്കുട്ടി പറഞ്ഞപ്പോൾ അലീനെ സമാധാനിപ്പിച്ചു. രേവതിക്കുട്ടി പറഞ്ഞു, ചിന്നിമോളൊക്കെ ആയിട്ട് എന്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് എനിക്ക് അങ്ങനെയുള്ളൊരു ദിവസം, അത് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അലീന ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ എവിടേക്കായിരിക്കും പോകുന്നത്, അതൊക്കെ ഓർത്തിട്ടാണ് എനിക്കൊരു പേടി. അലീന പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. എന്താണെങ്കിലും ഞാൻ എവിടെ പോയാലും നിന്നെ കാണാൻ വരാതിരിക്കില്ല. പിന്നെ നീ ഇവിടെ സേഫാണല്ലോ, ഇത്ര സ്നേഹമുള്ള ഒരു അങ്കിളിനും ആൻറ്റിയും നിനക്ക് കിട്ടിയില്ലേ? രേവതിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷേ ഇവരുടെ അടുത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ. അന്നും ബ്രിജിത്ത മമ്മി ചെയ്തൊരു നല്ല കാര്യം ഇത്, ബ്രിജിത്ത മമ്മി എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അത് ശരിയാ. ഏറെ പ്രതീക്ഷയോട് പോയ ആൾ ഞാനായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നില്ലേ? അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകും. ഒരു നാൾ കണ്ടു, ഈ പറയുന്ന ആ മാടെന്ന് പറയുന്ന അവരുണ്ടല്ലോ, ചേച്ചിയുടെ കാൽച്ചോട്ടിലേക്ക് വരും. ചേച്ചി മകളാണെന്നറിഞ്ഞിട്ട് ചേച്ചിയെ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. അലീന പറഞ്ഞു, അതൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. ഇപ്പം ഞാനൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അച്ഛൻ്റെ അവരെയൊക്കെ ഇട്ടിട്ട് പോവാന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം നല്ലതായിട്ടുണ്ട്. കാരണം അവർക്ക് നല്ല വിഷമമുണ്ട് ഞാൻ പോയി കഴിയുമ്പം. അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം കുട്ടികളെല്ലാവരും കൂടെ പോകാനൊക്കെയാണ് റെഡിയാവണം. കൃഷ്ണമുളക്കും ഭവിതയ്ക്ക് അവർക്കൊക്കെ നല്ല ടെൻഷനുണ്ട്. കാരണം അവരുടെ ഇത്രയും കാലത്തു നിന്ന് ജീവിതത്തിൽ നിന്ന് വേറിട്ടൊരു ജീവിത രീതിയായിരുന്നു ഇവിടെ 2-3 ദിവസമായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല സന്തോഷം, ഒരു ടെൻഷനും ഇല്ല.
എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ഒരു 2-3 ദിവസം പോയത് പോലും അറിഞ്ഞില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു താനും. പോകാനായിട്ട് ബാഗൊക്കെ എടുത്തുകൊണ്ട് അടുത്ത് വെക്കണ സമയത്ത് രേവതിക്കുട്ടി അങ്ങോട്ട് വന്നു. രേവതിക്കുട്ടി വന്നിട്ട് ചോദിച്ചു, എല്ലാം എടുത്ത് വെച്ചോന്ന് ചോദിച്ചു. അതാ ഇവിടെ ഒന്ന് 2 കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ഇനി വരാനാ? അലീന ചേച്ചി പോയിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? അതെ, അലീന ചേച്ചി ഇല്ലെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുമൊന്നും വേണ്ട. വരാൻ തോന്നുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. പിന്നെ അലീന ചേച്ചി എവിടെ പോയാലും ഇങ്ങോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അലീന വന്നിട്ട് ചോദിച്ചു, എന്താ എല്ലാവരും കൂടെ ഒരു കുച്ചലും പറച്ചിൽ? അതെ, അലീന ചേച്ചി പോയാൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്ന്. അലീന പറഞ്ഞു, ഞാൻ പോയെന്നും വെച്ചോണ്ടേ ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല. ദേ അലീന ചേച്ചി വരുമ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുവരും, പിന്നല്ലാതെ. ഭവിത പറഞ്ഞു, അലീന ചേച്ചി പോവണ്ടായിരുന്നു, പോവാതിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്കൊക്കെ വരാമെന്ന് പറഞ്ഞു. അലീന പറഞ്ഞ്, പോവാതിരുന്നാൽ ശരിയാകത്തില്ല, നിങ്ങളുടെ അമ്മ വീട്ടിലേക്ക് തിരികെ വരണമെങ്കിൽ ഞാൻ പോകണമെന്നല്ലേ പറഞ്ഞത്. കൃഷ്ണമോള് പറഞ്ഞു, അമ്മ അത് അമ്മയുടെ അഹങ്കാരം കൊണ്ട് പറയണം, അമ്മയ്ക്ക് എത്രയായാലും അമ്മ പഠിക്കില്ല എന്നൊക്കെ കൃഷ്ണമോൾ ഇങ്ങനെ പിറുപിറുക്കുവാണ്. കൃഷ്ണമോൾക്ക് പലതും വിളിച്ച് പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്ത് കാറിൻ്റെ കീയും തപ്പിക്കൊണ്ട് അയാളുടെ തപ്പി തേടി വരുവാണ്. നോക്കുന്നുണ്ടപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു, എന്താ? അതെ, എൻ്റെ കാറിൻ്റെ കീ കണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി ഒന്ന് നോക്കി. കണ്ടോയെന്ന് ചോദിച്ചാൽ അത് പിന്നെ കണ്ടോ ഇല്ലയോ, ഇതാണോയെന്ന് ചോദിച്ചു. അതെ. ഓഹോ, അപ്പം ഇതെടുത്ത് പാത്ത് വെച്ചിരിക്കുമായിരുന്നില്ല, ഞാൻ ചോദിച്ചുകൊണ്ട് വരുമെന്ന് ഓർത്തിട്ട്. പിന്നെ അങ്ങനെയൊന്നുമില്ല, എനിക്കെന്താ പാത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. രണ്ടുപേരുടെ ഉള്ളിൽ ഒരു പ്രണയം മുട്ടിടുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം രേവതിക്കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് രോഹിത്തിന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കണം. തിരിച്ചു രോഹിത്തിനും അതെ, രണ്ടുപേരുടെ ഉള്ളിൽ ഒരു പ്രണയം മുട്ടിടുന്നതിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെ കുറുമ്പ് പിടിപ്പിക്കാനായിട്ട് രേവതിക്കുട്ടി ഓരോന്ന് പറയണം. ഞാൻ കരുതിയത് വലിയ ആളായിരിക്കും എന്നാ, പക്ഷെ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, ആൾ ഇച്ചിരി പാവമാണ്. ഞാൻ കരുതി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇതൊരു തൊട്ടാവാടിയാന്നുള്ള കാര്യം പിന്നെയാണ് മനസ്സിലായെന്ന് പറഞ്ഞു. രോഹിത്ത് പറഞ്ഞു, ഞാൻ അത്ര വലിയ തൊട്ടാവാടിയൊന്നുമല്ല, പിന്നെ അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ രോഹിത്ത് പോകുന്ന സമയത്ത് രേവതിക്കുട്ടി ചോദിച്ചു, അതെ ഇനിയിപ്പം അലീന ചേച്ചി പോയെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുമെന്ന് ചോദിച്ചു. രോഹിത്ത് പറഞ്ഞു, അങ്ങോട്ടേക്കും വരാലോ, മാമച്ചനങ്ങളെയും ഗ്രേസമ്മാൻ്റെയൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വാ. ബെസ്റ്റ്, അലീന ചേച്ചി അവിടുന്ന് പോയിട്ടുണ്ട്, പിന്നെ വൈജയന്തി മാഡം അങ്ങോട്ട് വരുമല്ലോ. ഞങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേനും മാഡത്തിന് ഒട്ടും അതങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല, മാഡത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രോഹത്തിന് ഭയങ്കര വിഷമമായി. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അല്ല ഞാനേ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ, ഇടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അലീനയും കൃഷ്ണമോളും ഭവിതയെല്ലാം ഭാഗമൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. രേവതിക്കുട്ടിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, നിൻ്റെ മുഖം എന്താടി ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നത്? അതെ, എൻ്റെ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയതുപോലൊന്നും അല്ല, ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു പറഞ്ഞു. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അതെ, മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാ. ഈ സമയത്ത് ഗ്രേസം പറഞ്ഞു, ഇത്രയും ദിവസം ഒരൊച്ചപ്പാടും ബഹളവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പെട്ടെന്നൊരു ദിവസം എന്തോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട ആൻറ്റി, അങ്ങോട്ടേക്ക് വരാലോ, പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അതിന് ഇനിയിപ്പോൾ അവിടേക്ക് വന്നെന്ന് പറഞ്ഞാൽ അലീനെ അവിടെ കാണണമെന്നില്ലല്ലോ, ഞങ്ങൾ വരുമ്പോഴത്തേനും അലീന ചിലപ്പോൾ അവിടുന്ന് പോയില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണയുടെയും ഭവിതയുടെ ഒക്കെ മുഖം മാറി. പെട്ടെന്ന് കൃഷ്ണ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ അലീന ചേച്ചിയോട് പോവണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെ കേൾക്കുമെന്ന് ചോദിച്ചു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗ്രേസം പറഞ്ഞു, അതിങ്ങനെയാ, നിങ്ങളുടെ അമ്മ ആ വീട്ടിലേക്ക് വരണമെങ്കിൽ അലീനെ അവിടുന്ന് പോകണമെന്നും പറഞ്ഞിട്ടല്ലേ, അതുകൊണ്ടല്ലേ അലീനെ അവിടുന്ന് പോകുന്നേ, അല്ലാതെ അലീനയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ പോകുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഇന്നത്തെ കാലത്ത് കണ്ടു കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ നിങ്ങളുടെ അമ്മയ്ക്കത് മനസ്സിലാവേണ്ടതെന്ന് ചോദിച്ചു. അത് കേട്ട് ഞാൻ ബബിത പറഞ്ഞു, അത് ശരിയാ ആൻറ്റി, പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് ഒരേ പിടിവാശി തന്നെയാണ്, അമ്മയോട് ആര് പറഞ്ഞിട്ടും അമ്മ അനുസരിക്കില്ല, ഞങ്ങളൊക്കെ എത്ര പറഞ്ഞു നോക്കിയെന്നറിയാവോ, അമ്മയുടെ തലയിലേക്കൊന്നും കയറത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒടുവിൽ യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു. രേവതിക്കുട്ടിയൊക്കെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിട്ടാണ് കൃഷ്ണമോളും ബബിതയൊക്കെ അവിടെ നിന്ന് ഇറങ്ങണേ. അങ്ങനെ ഇറങ്ങണ സമയത്ത് രോഹിത്ത് രേവതിക്കുട്ടി ഒന്ന് നോക്കുന്നുണ്ട്. അതൊരു ഒന്നൊന്നര നോട്ടമായിരുന്നു ആ നോട്ടം. രേവതിക്കുട്ടി തിരിച്ച് നോക്കി. രേവതിക്കുട്ടിക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, പക്ഷെ തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടം. അലീന രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, നീ വിഷമിക്കാതിരിക്കുക, ഞാൻ എവിടെ പോയാലും നിന്നെ അറിയിച്ചിട്ടല്ലേ പോവുള്ളൂ, പിന്നെ നിന്നെ കാണാൻ ഞാൻ വരാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം അങ്ങനെ സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത്.
ഈ സമയത്ത് മനുവിൻ്റെ അടുത്തേക്ക് വൈജയന്തി വന്നു. വൈജയന്തി വന്നിട്ട് മനുവായിട്ട് സംസാരിക്കുന്ന സമയത്ത് വൈജയന്തി പറഞ്ഞു, അലീനെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് നിൻ്റെ വല്യച്ഛനോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനൊന്നും ഒരു താല്പര്യമില്ല. അത് കേട്ടപ്പം മനു പറഞ്ഞു, എന്തിനാ ആൻറ്റി അലീനെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ട കാര്യമുണ്ടോ? അതെ, എന്നെ ഉപദേശിക്കാനായിട്ട് നീലഗിരിന്ന് ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുക നിൻ്റെ വല്യച്ഛന. ഞാൻ അവിടേക്ക് പോകണം പോലും. അത് കേട്ടപ്പം മനു പറഞ്ഞു, അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. ആൻറ്റി എന്തിനാ വാശി പിടിച്ചിരിക്കുന്നേ? ആൻറ്റിക്ക് അങ്ങോട്ട് പോയിക്കൂടെ? അതെ, ഞാനങ്ങോട്ട് പോകണമല്ലേ. എനിക്കറിയാടാ, നീയും നിൻ്റെ അച്ഛനും വല്യച്ഛനും എല്ലാവരും കൂടെ ഈ പറയുന്ന അലീനിക്കും ബാലേന്ദ്രനും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ. ഇനിയിപ്പം നീയൊക്കെ വിളിച്ചു വരുത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അലീനെ ആ വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് നിനക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് മിക്കവാറും ഗംഗേട്ടനെ നീയൊക്കെ വിളിച്ചു വരുത്തിയതായിരിക്കും എന്നെ ഒന്ന് ഉപദേശിക്കാനായിട്ട്, എന്നെ അവിടേക്ക് കൊണ്ടുവിടാൻ പറയാനായിട്ട്. ശരിയല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മനു പറഞ്ഞതേ, ആൻറ്റി വെറുതെ ഇല്ലാവചനം പറയരുത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ വല്യച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ വല്യച്ഛന് വേണ്ടതായ കാര്യങ്ങൾ കാണും. അതിനിപ്പോൾ ആൻറ്റി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വൈജയന്തിക്കാണെങ്കിൽ എന്നാലും ദേഷ്യമായിരുന്നു. എല്ലാവരും കൂടെ തന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയം ബാലേന്ദ്രൻ സ്റ്റാലിയുടെ വീണ്ടും അങ്ങോട്ടേക്ക് വരിക. ബാലേന്ദ്രൻ്റെ ആകെപ്പാടെ ഒന്ന് നോക്കി വീടൊക്കെ, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ബാലേന്ദ്രൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വന്നു. ആദ്യമായിട്ടാണ് സ്റ്റാലിയായിട്ട് കണ്ടുമുട്ടാനായിട്ട് പോകുന്നത്. തൻ്റെ ജീവിതം തകർത്തയാൾ എങ്ങനെ എന്താണെന്നും അറിയത്തില്ല. ഒരു പക്ഷേ താൻ അലീനയെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നും അറിയത്തില്ല. എന്താണെങ്കിലും നേരിടാൻ തയ്യാറായിട്ടാണ് ബാലേന്ദ്രൻ അങ്ങോട്ട് എന്ന് കയറി കൊടുക്കുന്നത്. അങ്ങനെ കോളിംഗ് ബെൽ വെച്ച് ബാലേന്ദ്രൻ കാത്തു നിൽക്കുകയാണ്. ആരാണ് വന്ന് കഥ തുറക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും നിസ്സാരക്കാരനായിരിക്കില്ല. പട്ടാളത്തിൽ കേണലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ ഏതവനാന്ന് പറഞ്ഞാലും എത്ര വലിയവനാന്ന് പറഞ്ഞാലും ശരി, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. പിന്നെ തനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് നിറവേറ്റണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ബാലേന്ദ്രൻ നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന ബാലേന്ദ്രൻ സ്റ്റാലിയുമായിട്ട് നേർക്ക് നേരെ കണ്ടുമുട്ടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. സ്റ്റാലി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹൈപ്പ് ചെയ്യുന്ന എന്താണെന്ന്. അതായത് നമ്മൾ ലൈക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ഹൈപ്പ് ചെയ്യാനും പറഞ്ഞിട്ട് കുറച്ച് പോയിന്റുകളും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മുടെ വീഡിയോസ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.